മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവരാണെന്നാണ് സലാമിന്റെ ഭാഷ. സലാം ഏത് വർഗത്തിൽപ്പെടുമെന്നാണ് ലീഗുകാർക്കടക്കം ചോദിക്കാനുള്ളത്. ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ, ഞാൻ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായി ഒരുമിച്ച് 18 വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലിനെ അദ്ദേഹം ഒരു ആണും പെണ്ണും കെട്ടവനാണ് അഭിപ്രായമുണ്ട്. സത്യം പറഞ്ഞാലേ ആ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട്. ആൺകുട്ടികളുടെ വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് സലാം. പടച്ചോനെ ഇതാരാണ് ഹംസാക്കല്ലേ ലീഗിനെ തോൽപ്പിക്കാൻ വന്നോരല്ലേ പണ്ട് പൊന്നാണീന്ന് ഓടിയോരല്ലേ ഇപ്പം എന്താണാവും വന്നേദിക്ക. ഇതാരാന്നറിയില്ലേ? ഇതാണ് നമ്മളെ KM ഹംസാക്ക. പൊന്നാണിക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം സമദാനിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. ജയം ഉറപ്പിച്ച ആളായിരുന്നു. സമസ്തന്റെ എല്ലാ പണ്ഡിതന്മാരും എനിക്ക് 100% പിന്തുണ, പിന്നെ ഷജറകൾ ഉറപ്പിച്ച പിന്തുണ, ലീഗിന്റെ അണികളിൽ നിന്ന് പലരുടെയും പിന്തുണ, പിന്നെ സഖാക്കളുടെ പിന്തുണ, അങ്ങനെ ഉറപ്പിച്ച് ജയാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉപരി മെരുകയായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോൽവി CPM-നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ CPM-ന്റെ സ്വതന്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഒരു മനുഷ്യന് അയാൾ കപ്പിൾ ചെയ്തില്ല. കാരണം ഇതെല്ലാം അവസ്ഥ. മൂപ്പര് പറഞ്ഞിട്ടില്ലേ, PM സലാമിന്റെ കൂടെ ഞാനായിരുന്നു, അദ്ദേഹം സെക്രട്ടറി ആയി ഇരിക്കുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം മൂപ്പർക്ക് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അപ്പോൾ മൂപ്പര് എണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇപ്പൊ കേട്ടല്ല. ഒരുമിച്ചായിരുന്നു സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത്. പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ആൺകുട്ടികളുള്ള വീട്ടിൽ തീരെ കയറ്റാൻ കൊള്ളില്ല. പിന്നെന്താ പറഞ്ഞത്? കള്ള് ഷാപ്പായിരുന്നു മൂപ്പരെ ഓഫീസ്. മൂപ്പരെ കൂടെ പോവാൻ ആളുകൾ ക്യൂ നിൽക്കാൻ. അപ്പം അതൊക്കെ എൻ്റെ സലാംക്ക, നിങ്ങൾ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ. സത്യത്തിൽ നിങ്ങളൊരു ലീഗുകാരനാന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ CPM-ലേക്ക് ചേക്കേറിയപ്പോഴാണ്. അത് മാത്രമല്ല, പാണക്കാട് കുടുംബത്തിൽ വന്നിട്ട് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് മഹാനായ മൊയ്നലി തങ്ങളെ, അതായത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനായ മൊയ്നലി തങ്ങളെ നിങ്ങൾ കൂടെ കൂട്ടിയപ്പോഴാണ്, നിങ്ങളൊരു വിവാദം ഉണ്ടാക്കിയപ്പോഴാണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് ലീഗിൻ്റെ അണികളൊക്കെ അറിയണം. അതിനു മുമ്പൊന്നും നിങ്ങളെക്കുറിച്ചിട്ടൊന്നും യാതൊരു അറിവും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ പൊന്നാണിയിൽ വന്ന് മത്സരിച്ചപ്പോഴാണ് നിങ്ങളാരാണ്, ഏതാണ് KS ഹംസ എന്നുള്ളത് പൊന്നാണിക്കാരും മനസ്സിലാക്കിയത്. ഏതായാലും നിങ്ങൾ സലാം സാഹിബിൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ അതിലൊരു പങ്കൊക്കെ. എന്തിനാണ് എൻ്റെ ഹംസാക്ക സ്വയം പല്ലികുത്തി മണിപ്പിക്കേണ്ട ആവശ്യം? നിങ്ങൾ ആ സംസ്ഥയുടെ ആ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു മാന്യതയും ആ ഒരു എന്താ പറയുക, ആളുകൾക്കൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നു നിങ്ങളെ. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നിങ്ങളെ യഥാർത്ഥ മുഖം, യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ എവിടെയായിരുന്നു? ഇത്രയും കാലം ദുഫായിലായിരുന്നോ ഹംസാക്ക? ഇപ്പം വന്നിക്കണ്. ഇപ്പം കാരണഭൂതരെ നമ്മളെ PM സലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി. കാരണം ഒരുപാട് പല സമയങ്ങളിലും നമ്മളെ തോണ്ടിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആ മാന്യത കൈവിടാതെ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ അതിനുള്ള പ്രതികരണേ കൊടുത്തിരുന്നു. പക്ഷേ PM സലാം കുറച്ച് ഓവറായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും സലാം സാഹിബിനോടൊന്ന് പറയാനുള്ളത്, സലാം സാഹിബ്, നിങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നോ അതോ വിദേശത്തായിരുന്നോ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവിടെ നമ്മളെ PC ജോർജ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടില്ലേ? പോയടാ ഇങ്ങോട്ട്, പാകിസ്ഥാനിൽ പോയടാ എന്ന് പറഞ്ഞ്. എന്തേ ഹംസാക്കങ്ങളൊന്നും ഉണ്ടില്ല. വെള്ളാപ്പള്ളി ഇവിടെ ശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ മലപ്പുറം ജില്ലയിൽ ശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു ജില്ലയായി മാറിയിരിക്കുന്നു. ഈ മലപ്പുറം ജില്ല കുറേ കാലം കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ആധിപത്യമായിരിക്കും. ഇപ്പം പറഞ്ഞു മൂപ്പര്, ഇവിടെ ഭരണത്തിൽ കയറിയാൽ, മുസ്ലിങ്ങൾ ഭരണത്തിൽ കയറിയാൽ നമ്മളൊക്കെ നാട് വിടും. എന്താണ് ഹംസാക്ക അതേക്കുറിച്ചൊക്കെ നിങ്ങളൊരു അഭിപ്രായം? എന്തെങ്കിലും മറുപടി ഉണ്ടോ ഹംസാക്ക? ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. സംസ്ഥയുടെ ഒരു പണ്ഡിതന് ഇവിടെ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു.
ആ സ്റ്റേജിൽ. അതിനെതിരെ എന്തെല്ലാം ഇവിടെ വിഷയങ്ങളുണ്ടായി. CPM-ൻ്റെ അല്ലെങ്കിൽ പിന്നെ SFIൻ്റെ വിദ്യാർത്ഥി സംഘടന വരെ അതിനെ കോമാളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തെ ഉസ്താദിനെ കോമാളിയാക്കിക്കൊണ്ട് അവരിവിടെ കലോത്സവത്തിൽ ഇവിടെ മോണോ ആക്ട് വരെ നടത്തി. എന്നിട്ട് അവർക്ക് ഫസ്റ്റ് സമ്മാനം കൊടുത്ത്. അതൊന്നും ഹംസാക്ക് അറിയില്ലല്ലേ? നിങ്ങൾ കുറേ അവരെ കൂടെ നടന്ന ആളവരല്ലേരാ, അവരെ കൂടെ നടന്നതല്ലേരം നിങ്ങൾ, അവരെ കാൽപാദം പിൻപറ്റി നടന്ന ആളല്ലേരം നിങ്ങൾ സഖാവായതോടുകൂടി, അല്ലെങ്കിൽ സഖാവായിട്ടില്ല എങ്കിലും നിങ്ങൾ ഇവരെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾ ഈ കൊലത്തിലായ, നിങ്ങളെ വായ മൂടി കെട്ടിയ, നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കാരണഭൂതരെ ഒന്ന് ചെറുതായി തോണ്ടിയപ്പോൾ ഹംസാക്ക അപ്പം ഇറങ്ങി. വല്ലാത്ത ഹംസാക്ക തന്നെ ട്ടാ. ഇൻഷാ അല്ലാ. ഏതായാലും പറയേണ്ടത് പറയണവർ പറയും. ചില ആളുകൾ അത് ഓവറാവും എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും അങ്ങനെ ആണെന്നില്ല. ലീഗ് നേതാക്കന്മാർ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സംസാരങ്ങളോ ഭാഷപ്രയോഗങ്ങളോ ഒന്നും നടത്താറില്ല ഇത്രയും കാലം. എന്നാൽ അത് നടത്തിയതിന് മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അത് നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു പ്രസ്താവന നടത്തിയതും നമ്മളെ ഹംസാക്ക കണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു നേതാവ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? അതൊന്ന് ചൂണ്ടിക്കാട്ടണം എൻ്റെ ഹംസാക്ക. ഇത്രയേ പറയാനുള്ളൂ.